ഹായ് ഹലോ വെൽക്കം ടു സെറിൽ ക്ലോത്തിങ്. നമ്മളിന്ന് കേരള ഫാഷൻ എക്സ്പോ കാണാൻ പോകുകയാണ്. എറണാകുളത്തേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചായ കുടിച്ചിട്ട് പോകാറുണ്ടാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. 10 മണിയാകുമ്പോഴത്തേനും നമുക്ക് ആലുവയിലെത്തണം. രാവിലത്തെ ചായ തന്നെ ഉഷാറായിട്ടുണ്ട്. ഹലോ ഓൾ, ഫാഷൻ എക്സ്പോ നടക്കണം അവിടെ റീച്ച് ആയിട്ടുണ്ട്. അവിടെ എന്താന്നുള്ളത് എനിക്കും അറിയില്ല. നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് എന്താന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. സംസാരിക്കുന്നതിൽ കുറേ തെറ്റുകളുണ്ടാവും. കാരണം ഞാൻ ഇതുവരെ ഇതുപോലെ വീഡിയോയിൽ സംസാരിച്ചിട്ടൊന്നും പഠിച്ച് സംസാരിക്കാനില്ല. ഇതൊക്കെ നമ്മൾ ഈ സെറിൽ തുടങ്ങിയ സമയത്ത് സൂറത്തിൽ പോകണം, ഗുജറാത്ത് പോകണം, കോട്ടൺ എടുക്കാൻ വേണ്ടിയിട്ട് രാജസ്ഥാനിൽ പോകണം എന്നൊക്കെ കരുതിയിരുന്നു. അതിനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവും നമുക്ക് ഈ കിട്ടിയിരിക്കണത്. ഇവിടെ കുറേ ബോർഡുകളുണ്ട്. അഹമ്മദാബാദ്, സൂറത്ത്, കൊൽക്കത്ത, അവിടെ കുറേ ബോർഡുകളുണ്ട്. നമുക്ക് ഇവിടുത്തെ ക്ലോത്തുകളെ കുറിച്ച് അതിൻ്റെ ഒരു ചെറിയ ധാരണ കിട്ടി പറഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്കത് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കുറേ സംസ്ഥാനത്തെ കൊൽക്കത്ത, ഡൽഹി, ബാംഗ്ലൂർ, ഇവിടത്തേക്ക് ഓരോ ഡ്രസ്സുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമുക്ക് സെറിൽ എത്ര ഉപകാരപ്പെടും എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമുക്ക് എക്സ്പോ നടക്കണം, അവിടേക്ക് പോകാം. ഇത് ജയ്പൂർ ഡിസൈനിങ് ഹബ്. ഇത് ജയ്പൂർ ഫാഷൻ്റെയാണ്, ജയ്പൂരത്തുണ്ട്. മെയിനായിട്ട് നമ്മൾ അത്രയും ദൂരം പോയിട്ട് നമുക്ക് കിട്ടേണ്ട കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ വന്നത് നേരത്തെ ആയതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ഒക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. സ്റ്റോൾ 3ൻ്റെ അവിടെയാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. ആളുകൾ ഇതാ വന്ന് തുടങ്ങണുള്ളൂ. ഇനി പോയിട്ട് എൻറോൾ ചെയ്യാം. എനിക്ക് നവംബർ 7 വരുമ്പോൾ 30 വയസ്സ് തന്നെയാണ്. പക്ഷെ ഇതുവരെ ഞാൻ ഇത്രയും ക്യാമറ ഷൈയായ പേഴ്സണാണ് ഞാൻ. എന്നിട്ടും ഞാൻ ഇത്രയും ചെയ്ത് നോക്കുകയാണ്. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. ഒന്നല്ലെങ്കിൽ കുറേ ട്രോളുകൾ കൊണ്ട് എനിക്ക് കിട്ടേണ്ടി വരും. നോക്കാം നമുക്ക്. ഇതിൻ്റെയാണ് സെറിൽ ക്ലോത്തിങ്. ഇവിടെ എക്സ്പോയ്ക്ക് വന്നിരിക്കുന്നത് ഒരു സിസ്റ്ററേ ഉള്ളൂ. ഒരു സിസ്റ്ററും കുട്ടികളും ഹസ്ബൻഡും അവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചതാണ്. സ്പോട്ട് രജിസ്ട്രേഷനാണ് അപ്പുറത്തെ കൗണ്ടർ. നമുക്ക് ഇവിടെയാണ്. അവിടെ പോയി നിന്ന ശേഷമാണ് അറിഞ്ഞത് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തത് ഇവിടെയാണ്. നമുക്ക് നേരത്തെ അവിടെയാണ് കരുതി നമ്മൾ കുറേ നേരം അവിടെ നിന്നു. നമ്മൾ പിന്നെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ID ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളിൽ കയറാം. അടിപൊളി അമ്മാതിരി സാരികളാണ്. നമ്മൾ പിന്നെ സെറിൽ സാരികൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ ഭാഗം നോക്കണില്ല. അടി കിട്ടും. അത് എടാ ഇത് കയറാൻ പറ്റുമോ? ഇപ്പോൾ കയറാൻ പറ്റും, നോക്കാൻ പറ്റുമോ? സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി സാധനം. ഓക്കെ. ഡൽഹിയിലുള്ള ഒരു സ്റ്റൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോറത്തെ കളക്ഷനുകളാണിത്. അടിപൊളി കളക്ഷനുകൾ. ഇത് നോക്ക്. 2795. Fabric crepe. Fabric? Crepe. Crepe. 2795. Okay. Dupatta is crepe.
ഓക്കെ അതേതാ ആ പീസോ ആ ഓഫ് വൈറ്റ് നോക്കി നോക്ക് സൂപ്പറായിട്ടുണ്ട് Chinon. പ്രൈസ് इसके प्राइस है സൂപ്പർ കോട്ടണിൽ ചിക്കൻ കാരി വർക്കിൽ വരുന്ന കോഡ് സെറ്റ് മോഡൽ വരുന്ന ടോപ്പും പാൻറ്റും. നമ്മളിപ്പോൾ ഇവിടെ വന്നതിൽ ഓരോ കാര്യങ്ങൾ കോട്ടൻ്റെ പാർട്ടി വെയറിലേക്ക് ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും എവിടെയാണ് കിട്ടുക എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ കിട്ടിയും കൊണ്ട് വരണുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. നമുക്കിനി നോക്കി പോവാം. അപ്ഡേഷൻസ് ഇതിൻ്റെ തരാം. കാരണം ഞങ്ങൾക്കും പുതിയത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. ഞങ്ങൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാകെ ബാക്കി എക്സ്പ്ലോർ ചെയ്യൽ അങ്ങനെ തന്നെയല്ലേ പറയാ. ചായയും ബ്രെഡ് ടോസ്റ്റ് ചെയ്തതുമാണ്. അപ്പുറത്ത് ദോശ, ഊത്തപ്പം, പൂരി, ഉഴുന്നുവട എല്ലാം ഉണ്ട് അപ്പുറത്ത്. അതിനുള്ള ക്യൂ ആണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളീയരുടെ യഥാർത്ഥ തിരക്കാണ് ഇവിടെ. നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. തൽക്കാലം ആ ക്യൂന്ന് കിട്ടാണ്ടായപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്യൂവിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുമോ നമുക്ക് നോക്കാം. ക്യൂവിൽ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മൊത്തം ഓരോരുത്തരുടെ കയ്യിലുള്ള സെഞ്ചിയാണ്. എക്സ്പോൻ്റെ സെഞ്ചി കിട്ടിയിട്ടില്ല. നിന്ന് നമുക്ക് ലാസ്റ്റ് ഫുഡ് കിട്ടി. അറ്റാക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൈഡൽ റെൻ്റലിൻ്റെ സാധനങ്ങളാണ്. അത്രയും അടിപൊളി സാധനങ്ങൾ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും ഉഷാറ് സാധനങ്ങളാണ്. ഹലോ ഗൈസ്, ലാസ്റ്റ് സെഞ്ചി കയ്യിൽ കിട്ടിയിരിക്കണു. ചെയ്യുന്നുണ്ട് നമ്മളും സംതിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബ്രൈഡൽ റെൻ്റലിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഈ തിരക്കിൻ്റെ ഇടയിൽ ഓരോ ഷോപ്പും പോയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കളക്ഷനൊന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ലാസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് ലാസ്റ്റ് എല്ലാത്തിൻ്റെയും പറയാം. സമയത്ത് ഇവിടെ മൊത്തം ഫ്രീ ആയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ഞങ്ങളെ വണ്ടി കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അത്രയ്ക്ക് തിരക്കായി. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയും, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ശേഷം നമുക്ക് എന്തായാലും നമ്മൾ പർച്ചേസിങ്ങിന് സൂറത്ത്, ഗുജറാത്ത്, കൊൽക്കത്ത അങ്ങനെയൊക്കെ പോകാൻ ഉദ്ദേശിച്ചാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കിട്ടി, കുറേ കോണ്ടാക്റ്റ് കിട്ടി. ഇനി എന്തായാലും നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പുതിയ അപ്ഡേഷൻ നമ്മുടെ വിരലിൽ കൊണ്ടുവരാം. ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഇവിടെ നിന്ന് എന്തായാലും എക്സ്പോ കഴിഞ്ഞ് പോവുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സെറിൽ ക്ലോത്തിങ്. വിളിച്ചപ്പോൾ പറഞ്ഞേ നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് വണ്ടി